وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا السماء انشقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت وأذنت لربها وحقت يا أيها الإنسان إنك كادح إلى ربك قدحا فملاقيه فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا. പ്രിയപ്പെട്ട സനാബിൽ ഖുർആൻ പഠന പദ്ധതിയിലെ വിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സൃഷ്ടാവും പരിപാലകനുമായ ജഗന്നിയന്താവിന്റെ കൽപ്പന, നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കുക. അള്ളാഹു നൽകിയിട്ടുള്ള മുഴുവൻ അവസരങ്ങളെയും അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും സ്നേഹവും സ്വർഗവും നേടിയെടുക്കുവാൻ, അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളിൽ, മുഖ്ലിസുകളിൽ, മുഹ്സിനീങ്ങളിൽ ഉൾപ്പെടുവാൻ ഉപയോഗപ്പെടുത്തുക. അതിനായി പ്രാർത്ഥിക്കുക. കഴിഞ്ഞ സൂറത്തിൽ നാം പഠിച്ചതുപോലെ ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ശക്തമായ മാത്സര്യ ബുദ്ധിയോടുകൂടെ കിടമത്സരം നടത്തുക. വിശുദ്ധ റമളാൻ നമ്മിൽ നിന്ന് വിട പറയാൻ ദിവസങ്ങൾ മാത്രമാണ്, മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ജീവിതത്തിൽ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു സുവർണാവസരമാണ് വിശുദ്ധ റമളാൻ. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാവുന്ന രാത്രിയിലാണ് ഞാനും നിങ്ങളുമൊക്കെയുള്ളത്. അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുവാൻ നൽകിയിട്ടുള്ള സമയങ്ങളെ ഉപയോഗപ്പെടുത്തുക. അലസത ഒഴിവാക്കുക. ഉറക്കൊഴിച്ച് കണ്ണുനീരോടുകൂടെ കഴിഞ്ഞുപോയ തെറ്റുകളും കുറ്റങ്ങളൊക്കെ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി നൽകുവാൻ ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്യുക. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാവുന്ന രാത്രിയിൽ ധാരാളമായി പ്രാർത്ഥിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കൊരു പ്രാർത്ഥന തന്നെയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, ഇന്നക അഫുവുൻ, നീയാണ് മാപ്പ് നൽകുന്നവൻ, നീ മാപ്പ് ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നവനാണല്ലോ അല്ലാഹുവേ. അതുകൊണ്ട് ഫഅഫു അന്നി, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാവിധ തെറ്റുകളും രഹസ്യവും പരസ്യവുമായി, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും എനിക്ക് നീ വിട്ടുപുറത്ത് മാഫാക്കി നൽകണേ എന്ന് റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞ് കണ്ണുനീരോടുകൂടെ പറയുക. അള്ളാഹു സ്വീകരിക്കും. വിശുദ്ധമായ റമളാൻ മഗ്ഫിറത്ത് നേടിയവരായ നിലയിൽ, സ്വർഗമോചനം നേടിയവരായ നിലയിൽ വിശുദ്ധ റമളാൻ എന്ന ഈ പ്രിയപ്പെട്ട കൂട്ടുകാരനെ യാത്രയക്കുവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും ധാരാളം പ്രാവശ്യം റമളാനിനെ കണ്ടുമുട്ടുവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി നൽകുമാറാവട്ടെ. അള്ളാഹുവെ, പാപങ്ങളായ ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും ചെയ്തവരാണ്. നീ മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളോട് കരുണ കാണിക്കണം റഹ്മാനെ. അള്ളാഹുവെ, സ്വർഗം വുജൂബാക്കണം റഹ്മാനെ. അള്ളാഹുവെ, നരകം ഹറാമാക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഈ വിശുദ്ധമായിരിക്കുന്ന റമളാനിലെ പുണ്യമാക്കപ്പെട്ട 1000 മാസത്തിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ഖദ്റിൽ പാവങ്ങളാകുന്ന ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ നിന്റെ സ്വർഗീയ ആരാമത്തിലേക്ക് പ്രവേശിക്കുന്ന സ്വാഇമീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ പഠിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ ഖുർആനിന്റെ വാക്താക്കളായ ആളുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. അള്ളാഹുവേ,
അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹുവേ ഞങ്ങളെ ഏവരെയും നീ കാത്തു സംരക്ഷിക്കണം റഹ്മാനെ. ദുനിയാവിൽ ഞങ്ങളെ നീ വഷളാക്കല്ല അല്ലാ, ആഖിറത്തിൽ ഞങ്ങളെ നീ വഷളാക്കല്ലേ അള്ളാഹുവേ. അള്ളാഹുവേ മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും നീ എത്തിക്കരുത് റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. അവരുടെ ഖബറുകളെ നീ വെളിച്ചമാക്കണം റഹ്മാനെ. അള്ളാഹുവേ ഇന്നല്ലെങ്കിലും നാളെ ഈ ദുനിയാവിൽ നിന്ന് ഞങ്ങൾ കണ്ണടക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കണ്ണടക്കാൻ, മരണപ്പെടുവാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ നാളെ ഞങ്ങൾ ഖബറിലെത്തുന്ന സമയത്ത് ഞങ്ങളുടെ ബർസഖിയായ ലോകത്തെ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അള്ളാഹുവേ നാളെ പരലോകത്ത് നിന്നെ കാണുക എന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. നിന്നെ കാണാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അള്ളാഹുവേ നിന്റെ ഇടക്ക് മറയിടപ്പെടുന്ന ദൗർഭാഗ്യവാന്മാരിൽ അള്ളാഹുവേ ഞങ്ങൾ ആരെയും നീ ഉൾപ്പെടുത്തരുത് റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ കരങ്ങളിൽ വലത് കയ്യിൽ കർമ്മരേഖ ഏറ്റുവാങ്ങുന്ന യഥാർത്ഥ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. അള്ളാഹുവേ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് രണ്ട് വിഭാഗമായി വേർതിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന ഫരീഖും ഫിൽ ജന്നയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. അള്ളാഹുവേ സ്വർഗത്തിൽ ഞങ്ങൾക്കായി നീ ഒരുക്കി വെച്ചിട്ടുള്ള ആ സ്വർഗത്തിലെ മഹിതമായ ധാരാളം അനുഗ്രഹങ്ങളെ കുറിച്ച് പഠിച്ചവരാണ് ഞങ്ങൾ. നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവേ ആ സ്വർഗത്തിന്റെ മുഴുവൻ അനുഭൂതികളും ആസ്വദിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. നരകത്തിന്റെ ഭീകരമായ ഭയാനകതകൾ, ശിക്ഷാമുറകൾ നീ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അള്ളാഹുവേ നരകത്തിന്റെ മുഴുവൻ ശിക്ഷാമുറകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും നീ കാത്തു സംരക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവേ ഈ വിശുദ്ധമായ റമളാനിൽ ഞങ്ങൾ ചെയ്ത ഞങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണം റഹ്മാനെ. എല്ലാം നീ കബൂലാക്കണം റഹ്മാനെ. ഒന്നുപോലും നീ തള്ളിക്കളയരുത് റഹ്മാനെ. അള്ളാഹുവേ വിശുദ്ധ റമളാനിന്റെ അവസാന നിമിഷം വരെയും ഇബാദത്തുകൾ കൊണ്ട് ധന്യമായി നിന്നിലേക്ക് അടുക്കുവാൻ, കൂടുതൽ കൂടുതൽ നിന്നിലേക്ക് ഇബാദത്ത് കൊണ്ട് അടുക്കുവാൻ, നിന്റെ സ്നേഹവും നിന്റെ ഇഷ്ടവും നേടിയെടുക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ സനാബിലുമായി ബന്ധപ്പെട്ട ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. അതിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അബൂബക്കർ സാഹിബിനെ പോലെയുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാക്കളുണ്ട്. പലരും ഖബറിലാണ്. അള്ളാഹുവേ അവരുടെ ഖബറിനെ നീ വെളിച്ചമാക്കി കൊടുക്കണം റഹ്മാനെ. മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. അള്ളാഹുവേ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കരുത് റഹ്മാനെ. സമ്പത്ത് കൊണ്ട് ഞങ്ങൾ ആരെയും പരീക്ഷിക്കരുത് റഹ്മാനെ. വിജ്ഞാനം കൊണ്ട് ഞങ്ങളെ ആരെയും നീ പരീക്ഷിക്കരുത് റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ സ്വീകരിക്കണം റഹ്മാനെ. എല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. സ്വർഗം ഞങ്ങൾക്ക് വുജൂബാക്കണം റഹ്മാനെ. നരകം ഞങ്ങൾക്ക് നീ ഹറാമാക്കണം റഹ്മാനെ. എല്ലാവിധ പാപങ്ങളും പൊറുക്കപ്പെട്ടവരായ നിലക്ക് വിശുദ്ധ റമളാനിനെ യാത്രയാക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. ഗുണകരമായി നാളെ ഞങ്ങൾക്ക് സാക്ഷിയാക്കുന്ന റമളാനാക്കി റമളാനിനെ നീ മാറ്റണം റഹ്മാനെ. അള്ളാഹുവേ വിശുദ്ധമായ റമളാനിനെ ഞങ്ങൾക്ക് കേടായി നാളെ നിന്റെ അരികെ സാക്ഷി പറയുന്ന ആ ചീത്ത ആളുകളിൽ ഞങ്ങൾ ആരെയും നീ ഉൾപ്പെടുത്തരുതേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാർത്ഥമായി വിശുദ്ധമായ ദിനരാത്രങ്ങളിൽ റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി എല്ലാം ഒരു തുറന്ന പുസ്തകമായി നമ്മുടെ എല്ലാ തെറ്റുകളും എല്ലാ കുറ്റങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങ് സമർപ്പിക്കുക. നമ്മെ കേൾക്കാൻ, നമ്മെ കാണാൻ അള്ളാഹുവിനോട് ആരാണ് തൗബ ചെയ്യുന്നത് മടങ്ങുന്നത്, ആരാണ് പാപമോചനത്തിന് അർത്ഥിക്കുന്നത്, ആരാണ് സ്വർഗം ചോദിക്കുന്നത്, ആരാണ് നരകത്തിൽ നിന്ന് ഇഅ്തിഖാദിനെ ചോദിക്കുന്നത്, ആരാണ് ഖബൂലിയത്തിനെ ചോദിക്കുന്നത്, എല്ലാ ചോദ്യങ്ങളും ചോദിച്ച് അത് കേൾക്കാനും അതിന് ഉത്തരം നൽകാനും നമ്മെ പടച്ച റബ്ബ് കാത്തിരിക്കുന്നുണ്ട് എന്ന ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വിശുദ്ധമായിരിക്കുന്ന റമളാൻ ഒരിക്കലും മഗ്ഫിറത്ത് നേടാത്തവരായ നിലക്ക് ആ റമളാനിനെ യാത്ര അയക്കേണ്ടുന്ന ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകരുത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ ഇൻഷിഖാഖ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠനം ആരംഭിക്കുകയാണ്. അള്ളാഹു പഠിക്കാനും പകർത്താനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇദാ സമാഉ ഇൻഷഖത്ത് 84-ാം അധ്യായമായ സൂറത്തുൽ ഇൻഷിഖാഖ്. ഇൻഷിഖാഖ് എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പിളരൽ എന്നാണ് അർത്ഥം. 25 ആയത്തുകളെ സൂറത്തുൽ ഇൻഷിഖാഖിലുള്ളൂ. ഇൻഷിഖാഖ് പൊട്ടിപ്പിളരുക, എന്ത്? ആകാശം പൊട്ടിപ്പിളരുക. 81, 82 ആയത്തുകളിൽ സൂറത്തു തക്വീറിന്റെ ആമുഖത്തിൽ നാം പറഞ്ഞു, അന്ത്യനാളിനെ നേർക്ക് നേരെ, പരലോകം, അന്ത്യനാള്, അതിന്റെ ഭയാനകത നേർക്ക് നേരെ കണ്ണിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏത് പാരായണം ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? 81-ാം അധ്യായമായ സൂറത്തു തക്വീർ, 82-ാം അധ്യായമായ സൂറത്തുൽ ഇൻഫിത്വാർ. അത് രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മറ്റൊന്നൊരു സൂറത്ത് നബി തങ്ങൾ പറഞ്ഞത് 84-ാം അധ്യായമായ സൂറത്തുൽ ഇൻഷിഖാഖാണ്. ഈ 3 സൂറത്തുകളും പാരായണം ചെയ്യുമ്പോൾ, അതിന്റെ അർത്ഥം പഠിക്കുമ്പോൾ അന്ത്യനാള് നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയും എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. കഴിഞ്ഞ സൂറത്തുകളിൽ പറഞ്ഞതുപോലെ തന്നെ അന്ത്യനാളിൽ ഉണ്ടാകുന്ന ഭയാനകതയാണ് ഇതിന്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നത്.
ആകാശം ഇൻഷഖത്ത്, അത് പൊട്ടിപ്പിളരുമ്പോൾ, അത് പൊട്ടിപ്പിളരുമ്പോൾ, വഅദിനത് ലിറബ്ബിഹാ വഹുഖത്ത്, വഅദിനത്ത് അത് ചെവി കൊടുക്കുകയും അത് അനുസരിക്കുകയും ചെയ്യും. ആർക്ക്? ലിറബ്ബിഹ, അതിന്റെ റബ്ബിന്. ആകാശത്തിന്റെ റബ്ബാരാണ്? അള്ളാഹുവാണ്. ആകാശത്തെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. അപ്പൊ ആ ആകാശം അതിന്റെ റബ്ബിന് ചെവി കൊടുക്കുക. അള്ളാഹു എന്താണോ കൽപ്പിക്കുന്നത് ആ കൽപ്പനക്ക് പൂർണ്ണമായും കീഴൊതുങ്ങുകയും വഹുഖത്ത്, അത് അവകാശപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ റബ്ബിന് ചെവി കൊടുക്കുകയും അതിന് കടമപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഏത്? ആകാശം. ആകാശം അള്ളാഹു എന്താണോ ആകാശത്തോട് പറയുന്നത് ആകാശം അതേ ചെയ്യുകയുള്ളൂ. എന്തുകൊണ്ട്? ആകാശം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അള്ളാഹു പറയുന്നത് അനുസരിക്കുവാനും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായി കീഴൊതുങ്ങുവാനും അള്ളാഹുവിന്റെ സൃഷ്ടിയായ ആകാശം ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. വഇദൽ അർളു മുദ്ദത്ത്, അപ്പൊ ആകാശം പൊട്ടിപ്പിളരും. വഇദൽ അർളു, അർള് ഭൂമി, ഭൂമിയാകുമ്പോൾ മുദ്ദത്ത് വിശാലമാക്കപ്പെടുകയും ചെയ്യുമ്പോ, മുദ്ദത്ത് അത് നീട്ടി പരത്തി വിശാലമാക്കപ്പെടുകയും ചെയ്യുമ്പോൾ, വഅൽഖത് മാ ഫീഹാ വതഖല്ലത്, വഅൽഖത് അത് ഇടുകയും ചെയ്യും, മാ ഫീഹാ അതിലുള്ളത്, അതിലുള്ളത്, വതഖല്ലത് അത് കാലിയാവുകയും ചെയ്യും. ഭൂമി അതിലുള്ളത് വെളിക്ക് ഇടുകയും അത് ഒഴിവായി തീരുകയും ചെയ്യുമ്പോൾ, അതാണ് ഇതിന്റെ പദാർത്ഥം. വിശദീകരണം പറയാം. അതും അതിന്റെ റബ്ബിന് ചെവി കൊടുക്കുകയും അത് അതിന് കടമപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഭൂമിയും അതുപോലെ തന്നെയാണ്. ഭൂമി അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഭൂമിയോട് എന്താണോ അള്ളാഹു കൽപ്പിക്കുന്നത് ആ കൽപ്പന അത് അങ്ങനെ തന്നെ ഭൂമി നിറവേറ്റുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ സൂറത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം സംഭവിക്കുന്ന ഏറ്റവും അതിഭയാനകരമായ അന്ത്യനാളിന്റെ അവസ്ഥയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ആകാശം പൊട്ടിപ്പിളരലാണെങ്കിലും ഭൂമി നിരത്തി പരപ്പാക്കുക, പിന്നെ അതേ പ്രകാരം ഈ ലോകത്തിന്റെ ആരംഭം എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഭൂമി ഉൾക്കൊള്ളുന്ന ധാരാളം വസ്തുക്കളുണ്ട്. ഭൂമിയിലുള്ള ധാരാളം വസ്തുക്കളുണ്ട്. ആ വസ്തുക്കളെല്ലാം വെളിക്ക് കൊണ്ടുവരികയും അന്നത്തെ സംഭവ വികാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് എല്ലാം വെളിക്ക് പുറത്തേക്ക് കൊണ്ടുവരും. അകത്തുള്ളതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരും. ദുനിയാവിലുള്ള പലതും ഭൂമിക്ക് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. കാലാന്തരങ്ങളിൽ എല്ലാം പുറത്തേക്ക് കൊണ്ടുവരും. അതേ പ്രകാരം തന്നെ മരിച്ചുപോയ മുഴുവൻ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും പുറത്തേക്ക് കൊണ്ടുവരും. എല്ലാത്തിനെയും പുറത്തേക്ക് കൊണ്ടുവരും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറഞ്ഞത്. അപ്പൊ ആകാശവും ഭൂമിയും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടികളാകുന്ന ആകാശവും ഭൂമിയും റഹ്മാനായ റബ്ബിന്റെ ആ കൽപ്പന അങ്ങ് വന്നു കഴിഞ്ഞാൽ ആ കൽപ്പനകൾക്ക് പൂർണ്ണമായും ആകാശവും ഭൂമിയും കീഴൊതുങ്ങും. യാതൊരു അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് യാതൊരു തടസ്സങ്ങളും ഒന്നും ഉണ്ടാവുകയില്ല. ഉണ്ടാകുവാനുള്ള യാതൊരു അവകാശവുമില്ല. കാരണം ആകാശവും ഭൂമിയുമെല്ലാം നിലനിൽക്കുന്നത്, എല്ലാം ഇവിടെ വളർന്നു വലുതാകുന്നത്, എന്തെല്ലാം ഭൂമിയിൽ ഉണ്ടാകുന്നുണ്ടോ വളരുന്നുണ്ടോ എല്ലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. അപ്പോൾ ഭൂമിയിലുള്ളതെല്ലാം പുറത്തേക്ക് തള്ളണമെന്നും ആകാശം പൊട്ടിപ്പിളരണമെന്നും ആകാശത്തോടും ഭൂമിയോടും അള്ളാഹു കൽപ്പിക്കുമ്പോ തീർച്ചയായും അതനുസരിക്കുവാൻ അവർ ബാധ്യസ്ഥരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. സൂറത്തു തക്വീറിലും മറ്റു ഇൻഫിതാറിലൊക്കെ ധാരാളം അന്ത്യനാളിന്റെ ഭയാനകതകളെ കുറിച്ച്, അന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് അള്ളാഹു ബോധ്യപ്പെടുത്തി. സൂറത്തുൽ ഇൻഷിഖാഖിൽ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല മറ്റൊരു കാര്യമാണ് നമ്മോട് പറയുന്നത്. യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹ്, യാ അയ്യുഹൽ ഇൻസാൻ, ആകാശം പൊട്ടിപ്പിളരുമ്പോ അതേ ഭൂമി അത് പരത്തി നീട്ടപ്പെടുകയും ചെയ്യുമ്പോൾ അന്ത്യനാളുണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് മനുഷ്യരാകുന്ന എന്നെയും നിങ്ങളെയും വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാ, യാ അയ്യുഹൽ ഇൻസാൻ, ഓ മനുഷ്യ, ഇന്നക കാദിഹുൻ, ഇന്നക തീർച്ചയായും നീ, കാദിഹുൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നവനാണ്, നീ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നവനാണ്, ഇലാ റബ്ബിക നിന്റെ റബ്ബിങ്കലേക്ക്,
നിന്റെ റബ്ബിങ്കലേക്ക് നീ വല്ലാതെ അധ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്നവനാണ്. കത് അധ്വാനം, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, വല്ലാതെ ബുദ്ധിമുട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. ഖദ്ഹൻ ഒരു ബുദ്ധിമുട്ട്, ഒരു അധ്വാനം. ഫമുലാഖി അങ്ങനെ അവനെ കണ്ടുമുട്ടുന്നതാണ്. ആരെ? അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവനാണ്. ഹേ മനുഷ്യ, തീർച്ചയായും നീ നിന്റെ റബ്ബിങ്കലേക്ക് ഏറ്റവും തീവ്രമായ അധ്വാനം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ നീ അള്ളാഹുവുമായി കണ്ടുമുട്ടുന്നവനാകുന്നു. അള്ളാഹു തആല മനുഷ്യനാകുന്ന എന്നെയും നിങ്ങളെയും വിളിച്ച് പറയണെന്താ? നമ്മുടെയൊക്കെ ജീവിതകാലം അത്രയും, ജീവിതത്തിന്റെ അവസാന ആ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അധ്വാനങ്ങളും ബുദ്ധിമുട്ടുകളും ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ്. അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതുണ്ട്. നന്മയിലാകട്ടെ അല്ല തിന്മയിലാകട്ടെ, അങ്ങനെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അധ്വാനം ചെയ്തിരിക്കേണ്ടവനാണ് മനുഷ്യാനി. അങ്ങനെ നീ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, നന്മയിലാണെങ്കിൽ നന്മ അങ്ങനെ ചെയ്യുന്ന ആളുകൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന ഈ പുണ്യരാത്രിയിലും അള്ളാഹുവിന്റെ ഇഷ്ടം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഖുർആൻ പഠിക്കുകയാണ്, നിസ്കാരം നിർവഹിക്കുകയാണ്, സുജൂദിലും റുകൂഇലും ഖുർആൻ പാരായണത്തിലും തക്ബീറുകളിലും തഹ്ലീലുകളിലും തൗബയിലും ഇസ്തിഗ്ഫാറിലും സ്വലാത്തുകളിലുമായി അള്ളാഹുവിന്റെ ആ പ്രീതി നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള ശക്തമായിരിക്കുന്ന അധ്വാനമാണ് അല്ലേ? മറ്റു ചില ആളുകൾ അവർക്ക് എന്തായിരുന്നാലും അവർ തിന്മയിലുമാണ്. അങ്ങനെ തന്മയിലാകട്ടെ തിന്മയിലാകട്ടെ നീ അധ്വാനിച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടക്ക് മനുഷ്യാനിന്റെ അവസാന നിമിഷം വരും. കലാകാലം അങ്ങനെ ജീവിക്കോ? ഇല്ല. അതിനൊരു അവസാനമുണ്ട്, ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ആ ദിവസം ഏതോ കലണ്ടറിലെ പുതിയ കലണ്ടറുകൾ മാറുമ്പോ ഒരുപാട് പ്രതീക്ഷയോടുകൂടെ ഞാനും നിങ്ങളുമൊക്കെ കലണ്ടറുകൾ മാറ്റാറുണ്ട്. പക്ഷേ കലണ്ടറുകൾ മാറ്റുന്ന നമുക്കാർക്കും അറിയില്ല നാം തൂക്കിയിട്ടുള്ള ആ കലണ്ടറിലെ ഏതോ ഒരു മാസത്തിലെ ഏതോ ഒരു ദിവസത്തിൽ, പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവുമായുള്ള നമ്മുടെ വിടവാങ്ങലിന്റെ ദിവസം അള്ളാഹു കുറിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് നിങ്ങൾക്കും അറിയില്ല. അള്ളാഹു പറയുന്നത്, മനുഷ്യ, നീ കഷ്ടപ്പാട് അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ് നിന്റെ റബ്ബിങ്കലേക്ക്. പക്ഷേ ഫമുലാഖി നീ അവനുമായി കണ്ടുമുട്ടുന്നതാകുന്നു. ദുനിയാവിൽ നിന്ന് നീ മരണമടയും. എന്നല്ലെങ്കിൽ നാളെ ഏതൊരു മരണത്തെയാണോ ഭയപ്പെട്ടുകൊണ്ട് നീ ഓടുന്നത്, മുലാഖീക്കും ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. എത്ര ഓടിയാലും ആ മരണത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഫമുലാഖി അങ്ങനെ നിന്റെ റബ്ബുമായി നിനക്ക് കണ്ടുമുട്ടേണ്ടി വരികയും ചെയ്യും. ആ അള്ളാഹുവിന്റെ മുമ്പിൽ നീ നിൽക്കേണ്ടി വരും. ഈ ദുനിയാവിൽ നിന്ന് ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങൾക്കും, അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, അത് കൃത്യമായി അതിന്റെ കണക്ക് അവിടെ ബോധിപ്പിക്കേണ്ടി വരും. നന്മകൾക്ക് സ്വർഗവും തിന്മകൾക്ക് നരകവും ശിക്ഷാമുറകളും അവിടെ ഉണ്ടാകും. കൃത്യമായ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നിന്റെ സമ്പത്തിനെ കുറിച്ച്, നിന്റെ ആയുസ്സിനെ കുറിച്ച്, നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ച്, നമ്മുടെ സമയങ്ങളെ കുറിച്ച്, അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ കുറിച്ച്, അതേ പ്രകാരം അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് അള്ളാഹു തആല എന്നോട് നിങ്ങളോടും പറയുന്നത്, നമ്മുടെ അധ്വാനങ്ങൾ ഗുണകരമാകണം. നാളെ നാം ദുനിയാവിൽ നിന്ന് ചെയ്യുന്ന ഈ അധ്വാനത്തിന്റെ പേരിൽ നാളെ വിരൽ കടിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. ആരും നമ്മെ സഹായിക്കാൻ ഉണ്ടാവില്ല. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മാതാപിതാക്കളോ ഇണകളോ നമ്മുടെ പ്രിയപ്പെട്ട മക്കളോ ജ്യേഷ്ഠാനുജന്മാരോ കൂട്ടുകാരോ നേതാക്കളോ അനുയായികളോ ആരും ഉണ്ടാവുകയില്ല. നാമും നമ്മുടെ കർമ്മങ്ങളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഈ അധ്വാനിക്കുന്ന ദുനിയാവിൽ നിന്ന് നമ്മുടെ അധ്വാനിക്കുന്ന ഈ അധ്വാനങ്ങൾ അത് നന്മയാകണം, അത് ഗുണകരമാകണം. അങ്ങനെ ഗുണകരമായാൽ മാത്രമേ അള്ളാഹുവിന്റെ സ്വർഗവും അവന്റെ ഇഷ്ടവും പൊരുത്തവും രക്ഷയും എല്ലാം നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന കൃത്യമായ സന്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് നൽകുന്നത്. നമ്മുടെ അധ്വാനങ്ങൾ വെറുതെയാകരുത്. നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ വർത്തമാനങ്ങളും നമ്മുടെ പറച്ചിലുകളും നമ്മുടെ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും അതുകൊണ്ട് ചെയ്യുന്ന ഒരു കർമ്മവും വെറുതെയായി പോകരുത്. അള്ളാഹുവിനെ നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അതുവരെ നിങ്ങൾ അധ്വാനിക്കുക എന്ന ഒരു താക്കീതും സന്ദേശവുമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നൽകുന്നത്. അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ, അധ്വാനങ്ങളെ നന്മയിലാക്കാനും അത് മുഖേന സ്വർഗവും അള്ളാഹുവിന്റെ ഇഷ്ടവും നേടിയെടുക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. തുടർന്ന് അള്ളാഹു പറയുന്നത് നോക്കൂ,
فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا. فأما من അപ്പോൾ ഒരുവൻ ഊത്തിയ അവൻക്ക് നൽകപ്പെട്ടു. എവിടുന്ന്? നാളെ പരലോകത്ത് നിന്ന്. ഒരുവന് ഊത്തിയ അവന് നൽകപ്പെട്ടു. കിതാബഹു അവന്റെ കർമ്മരേഖ, അവന്റെ ഗ്രന്ഥം. കഴിഞ്ഞ സൂറത്തുകളിലൂടെ നമ്മൾ പഠിച്ചതാ, ദുനിയാവിൽ നിന്ന് നാം ചെയ്യുന്ന ഏതൊരു കർമ്മവും, അത് നന്മയാകട്ടെ അത് തിന്മയാകട്ടെ, അത് എഴുതി വെക്കാൻ അല്ലാഹു മാലാഖമാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. കിറാമൻ കാതിബീന യഅലമൂന മാ തഫ്അലൂൻ. ഏറ്റവും മാന്യന്മാരാകുന്ന മാലാഖമാരെ അല്ലാഹു തആല ഏർപ്പാടാക്കിയിട്ടുണ്ട്. നാം ചെയ്യുന്ന, നാം കാണുന്ന, നാം കേൾക്കുന്ന, നാം സമ്പാദിക്കുന്ന, നാം കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ എഴുതി വെക്കുന്നുണ്ട്. അവർ എഴുതി വെച്ച ആ കർമ്മരേഖ ഒരു മനുഷ്യന്റെ വലത് കൈയിൽ അങ്ങ് കൊടുക്കപ്പെട്ട് കഴിഞ്ഞാൽ, വലത് കൈയിലാണ് ആ കർമ്മരേഖ കിട്ടുന്നതെങ്കിൽ, ഫസൗഫ യുഹസബു ഹിസാബൻ യസീറാ. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു, ഒരുവന്റെ ഗന്ധം ബിയമീനിഹി അവന്റെ വലതു കൈയിൽ കൊടുക്കപ്പെട്ടുവോ എങ്കിൽ, ഫസൗഫ പിന്നീട് ശേഷം യുഹസബു വിചാരണ ചെയ്യപ്പെടുന്നതാണ്. അവൻ വിചാരണ ചെയ്യപ്പെടും. എങ്ങനെയുള്ള വിചാരണയായിരിക്കും? യസീറ, ചെറിയ, ഏറ്റവും ലഘുവായ, അല്പമായ വിചാരണ ചെയ്യപ്പെടുന്നതാണ്. വളരെ ചെറിയ ഒരു വിചാരണയാണ് അവനിക്കുണ്ടാവുകയുള്ളൂ. പക്ഷെ എന്ത് വേണം? ആ കർമ്മരേഖ വലത് കൈയിൽ സന്തോഷത്തോടെ ഏറ്റുവാങ്ങാൻ കഴിയണം. എങ്കിൽ അവന്റെ വിചാരണ ലഘുവായ വിചാരണയാണ് ചെയ്യപ്പെടുക. വയങ്കലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ. വയങ്കലിബു അവൻ തിരിച്ചു പോകുകയും ചെയ്യും. എവിടേക്ക്? ഇലാ അഹ്ലിഹി അവന്റെ സ്വന്തക്കാരിലേക്ക്, അവന്റെ ആൾക്കാരിലേക്ക്. മസ്റൂറാ സന്തുഷ്ടനായി, അവൻ തന്റെ സ്വന്തക്കാരിലേക്ക് സന്തുഷ്ടനായി കൊണ്ട് തിരിച്ചു പോവുകയും ചെയ്യും. എപ്പോ? അവന്റെ വലത് കൈയിലാണ് അവന്റെ കർമ്മരേഖ കിട്ടിയതെങ്കിൽ, വലത് കൈയിൽ മുൻഭാഗത്തിലൂടെ കർമ്മരേഖ ലഭ്യമാകുന്ന സ്വാലിഹീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുഹ്സിനുകളിൽ, അള്ളാഹു ഇഷ്ടപ്പെട്ട ഇബാദു സ്വാലിഹീങ്ങളിൽ, അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും, സനാബിലിന്റെ മുഴുവൻ ആളുകളെയും അവരുടെ കുടുംബക്കാരെയും ഈ ഒരു വിഭാഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വയങ്കലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ, അവൻ തന്റെ സ്വന്തക്കാരിലേക്ക് സന്തുഷ്ടനായി കൊണ്ട് തിരിച്ചു പോവുകയും ചെയ്യും. അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും. ഫമുലാഖി, ഇവിടുന്ന് ഒരുപാട് കഠിനാധ്വാനം ഇങ്ങനെ അധ്വാനിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു അവസാന റബ്ബ് തീരുമാനിച്ച ആ സമയം അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും. അങ്ങനെ റബ്ബുമായി കണ്ടുമുട്ടേണ്ടി വരുമ്പോ സജ്ജനങ്ങളിൽ പെടാൻ കഴിയും. ആർക്ക്? വലത് കൈയിലാണ് കർമ്മരേഖ കിട്ടുന്നതെങ്കിൽ. ഇനി ഇടത് കൈയിലാണെങ്കിലോ? അത് തുടർന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ വലതു കൈയിൽ കർമ്മരേഖ കിട്ടുക എന്നത് നല്ല ലക്ഷണമാണ്. വിജയിക്കാനുള്ള, പിന്നീട് അവനിക്ക് സന്തോഷമായിരിക്കും എന്നതിന്റെ ആ സൂചനയുടെ തുടക്കമാണ് നമ്മുടെ കർമ്മരേഖ വലത് കൈയിൽ കിട്ടുക എന്നത്. കയ്യിൽ കിട്ടിയിട്ട് അല്ലാഹു തആല പറയും, വായിച്ചു നോക്കടാ, നിനക്ക് സാക്ഷിയാ ഇത് തന്നെ മതി. നിനക്ക് വേറൊരു, നീ ദുനിയാവിൽ നിന്ന് ചെയ്ത നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും പോക്കിരിത്തരാണെങ്കിലും എല്ലാത്തിനും തെളിവായി എല്ലാം ഇതിലുണ്ട് എന്ന് പറയും അല്ലാഹു തആല. അപ്പോ ഒരു വിജയത്തിന്റെ സൂചനയാണെന്ത്? നമ്മുടെ കർമ്മരേഖ വലത് കൈയിൽ കിട്ടുക എന്നത്. അതുകൊണ്ട് ഈ ദിവസം ആത്മാർത്ഥമായി റബ്ബിനോട്, വിശുദ്ധ റമളാനിൽ ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്യേണ്ടതാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ കർമ്മരേഖ വലത് കൈയിൽ നീ നൽകണേ. ആ വലത് കൈയിൽ കിട്ടിയാലുള്ള ഗുണമാണ് തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്ത്? യുഹസബു ഹിസാബൻ യസീറാ, അവന് ലഘുവായ വിചാരണയായിരിക്കും ഉണ്ടാവുക. വെറും പേരിനുള്ള ചെറു ലഘുവായ ഒരു വിചാരണ മാത്രമേ അവനിക്ക് നേരിടേണ്ടി വരികയുള്ളൂ. വിശാലമായ ഗൗരവമായ ഒരു വിചാരണയൊന്നും അവിടെ ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ ആ വിചാരണ അങ്ങ് കഴിഞ്ഞാൽ അവൻ തന്റെ ആൾക്കാരുടെ അടുക്കലേക്ക് വളരെ സന്തോഷത്തോടെ, ആഹ്ലാദത്തിൽ തുള്ളിച്ചാടി അവൻ അവരുടെ കുടുംബത്തിലേക്ക് മടങ്ങിച്ചെല്ലും. അവിടെ അഹ്ല് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്? സത്വൃത്തരായ അവന്റെ കൂട്ടുകാർ, അല്ലാതെ ദുനിയാവിലുള്ള അവന്റെ സ്വന്തക്കാരല്ല.
ദുനിയാവിലുള്ള സ്വന്തക്കാരുടെ കൂട്ടത്തിൽ മുഅ്മിനീങ്ങളും അല്ലാത്തവരും മുശ്രിക്കീങ്ങളും മുബ്തദീങ്ങളും അങ്ങനെ പലരും ഉണ്ടാകും. ഇവിടെ അവരുടെ സ്വന്തക്കാരിലേക്ക് തിരിച്ചു ചെല്ലും എന്ന് പറഞ്ഞത് അവന്റെ സ്വാലിഹീങ്ങളായ മുവഹ്ഹിദുകളായ അവന്റെ കൂട്ടുകാരിലേക്ക്, അതേപോലെ സ്വാലിഹീങ്ങളായ അവന്റെ ദുനിയാവിലെ അവന്റെ കുടുംബങ്ങൾ, സ്വാലിഹീങ്ങളായ സത്വൃത്തരായ ദുനിയാവിലെ അവന്റെ കുടുംബങ്ങൾ, ആ കുടുംബങ്ങളിലേക്കെല്ലാം അവർ തിരിച്ചു ചെല്ലും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതിനെന്ത് വേണം? എന്ത് വേണം? ആർക്കാണ് ഇതൊക്കെ കിട്ടുക? വലത് കൈയിൽ കർമ്മരേഖ കിട്ടിയാൽ ഇവരാണ് ഉണ്ടാവുക. ഈ ഒരു സന്തോഷം അവർക്ക് ഉണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിക്കുന്നു. അതുകൊണ്ട് അന്ത്യനാൾ ഉണ്ട് എന്ന കൃത്യമായ ബോധം നമ്മുടെ മനസ്സുകളിലേക്ക് വരണം. ഈ ദുനിയാവിൽ നമ്മൾ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്, ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രവർത്തനം ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അതിനിടക്ക് നമ്മുടെ അവസാനം ഫമുലാഖി, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസമുണ്ട് എന്ന കൃത്യമായ ബോധം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. ആ ദിവസം നമുക്ക് രക്ഷപ്പെടണം. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷത്തോടുകൂടെ കണ്ടുമുട്ടാൻ കഴിയണം. വലത് കയ്യിൽ കർമ്മരേഖ വാങ്ങുകയും അങ്ങനെ വിചാരണ വളരെ ലഘുവാകുകയും സ്വന്തക്കാരിലേക്ക് സന്തോഷത്തോടെ ആഹ്ലാദത്തോടുകൂടെ അവരിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുവാൻ പ്രാർത്ഥിക്കുക, അധ്വാനിക്കുക, അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞ് യാചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.